പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് NSS നേതൃത്വത്തിനെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. NSS ആസ്ഥാനമായ പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടുവെന്ന വെളിപ്പെടുത്തൽ ഒരു സമുദായ അംഗം എന്ന നിലയിലും ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തി എന്ന നിലയിലും അദ്ദേഹം നേരിട്ട അവഗണനയുടെ ആഴം വ്യക്തമാക്കുന്നു. ഡൽഹി NSS കരയോഗം സംഘടിപ്പിച്ച മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെയുള്ള നേരിട്ടുള്ള കടന്നാക്രമണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സമുദായ സംഘടനകൾ വ്യക്തിപരമായ തറവാടുകളായി മാറുന്നതിനെതിരെയും ആചാര്യന്മാരുടെ സ്മരണകൂടങ്ങൾ ഭരണാധികാരത്തിന്റെ മറവിൽ കുത്തകയാക്കി വെക്കുന്നതിനെതിരെയും ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. തന്നെ ഗവർണറായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചയിച്ച വിവരം അറിഞ്ഞ ഉടൻ തന്നെ താൻ ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും വിളിച്ച വ്യക്തികളിൽ ഒരാൾ സുകുമാരൻ നായർ ആയിരുന്നുവെന്ന് ആനന്ദബോസ് അനുസ്മരിക്കുന്നു.